ഗാർണിഷ് അല്ലെങ്കിൽ ഒരു ഫ്ലേവർ വേണം. ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ബേസിലാണ്, തുളസി ആണ്. ഒരു ബേസിലൊരു ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കും ആ സൂപ്പ് ശരിക്കും എന്താണ് വേറൊരു ലെവലിലേക്ക് എത്തും. അപ്പം ടുഡേ വാസ് ലക്കി, നമുക്കിന്ന് വന്നപ്പം തന്നെ ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് വളരെ സർപ്രൈസ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താ ആഫ്രിക്കൻ മല്ലി പറിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഫിഷിൻ്റെ ഡിപ്പിന് വേണ്ടി ഉപയോഗിക്കാനാണ്. ബേസിലിൻ്റെ ഫ്ലേവറിലൊരു പംകിൻ സൂപ്പ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. അത് ഇവിടുത്തെ തന്നെ ഓർഗാനിക് ബേസിലാണ്. സോ യു ക്യാൻ സീ ദാറ്റ് അരോമ കമ്മിങ് അപ്പ് ഇൻ യു ഹാവ് ഇറ്റ്. ഇത്ര സ്ഥിതിക്ക് നമുക്കിനി സാലഡും കൂടെ ഡ്രസ്സ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഫിഷിന് വേണ്ടി ഒരു ഡിപ്പിന് വേണ്ടിയാണ് കുറച്ച് ആഫ്രിക്കൻ മല്ലി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി സ്പൈസിയാണ്, അപ്പോൾ അധികം സ്പൈസി ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ലേശം അത് വേണം, ആപ്പിൾ വിനീഗർ. ഇപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി, ഇപ്പോൾ മാഡം എനിക്കൊരു ആപ്പിൾ വിനീഗറിൻ്റെ ഒരു ഡ്രസ്സിങ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വെളുത്തുള്ളിയൊക്കെ ഒരു ഡ്രസ്സിങ് ആണ്. ഉള്ളി നമ്മൾ മല്ലി ഇട്ടു, കുറച്ച് പെപ്പർ പൗഡർ ഇട്ടു, ലേശം പാഴ്സ്ലി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ നമ്മുടെ ചില്ലി സോസ്, നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസ് കൂടെ തന്നാൽ നന്നായിരിക്കും. ടൊമാറ്റോ ചില്ലി സോസ് നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ക്രഞ്ചി കോട്ടിംഗ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ എരി ഉണ്ടാവും, ചെറിയൊരു പെപ്പറി ഫീൽ ഉണ്ടാവും ആ ചില്ലിയുടെ ഒപ്പം. ക്രഞ്ചിയുടെ ആ ഒരു ക്രഞ്ചിനെസ് യു ക്യാൻ ഫീൽ ഇറ്റ് ഓരോ ബൈറ്റിലും. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാണ്. ഫിഷ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ദ ഫൺ ഓഫ് കുക്കിംഗ് ഈസ് ലൈക്ക് നമ്മളിങ്ങനെ ചൂടോടെ സാധനം എടുത്ത് ഇങ്ങനെ ആ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് അൾട്ടിമേറ്റ്ലി. ഒരു ഡ്രസ്സിങ് തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ആപ്പിൾ സിഡർ വിനീഗർ, ഗാർലിക്, എല്ലാം ഒരു ഫ്ലേവർഫുള്ളായിട്ട് ഒരു ഗാർലിക് ജിഞ്ചറിൻ്റെ ഫ്ലേവറൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ച ഒരു സാധനമാണ്. ബേസിക്കലി ഇറ്റ്സ് എ നൈസ് ഡ്രസ്സിങ് ടു ഗോ ഫോർ ദ സാലഡ്. അപ്പം സാലഡ് മിക്സ് ചെയ്യാം. നമ്മൾ അതിന് ഓൾറെഡി ഇതിനകത്ത് സാധനം വെച്ചിട്ടുണ്ട്. ബീൻസ് കുറച്ച് ബ്ലാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് ക്രഞ്ചി ആവണം, ഒപ്പം എന്നാൽ കുറച്ചൊരു എന്താണ് ഒരു സോഫ്റ്റ് ആയിരിക്കുകയും വേണം. കടിക്കുമ്പോൾ ഒരു ആ ഒരു ടെക്സ്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻസ് റെഡിയാണ്. നമ്മുടെ സാലഡ്, റാഡിഷ് കുക്കുംബർ സാലഡ് ഉണ്ട്. അപ്പറ്റൈസറായിട്ട് ഫിഷ് വിത്ത് ആഫ്രിക്കൻ കൊറിയാൻഡർ ഡിപ്പ്, പിന്നെ നൂഡിൽസ്, ഷിർ ഫ്രൈ നൂഡിൽ വിത്ത് സോസേജസ്. ഞാൻ പറയാൻ ലക്കി ദറ്റ് ഐ ഗോട്ട്, നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ബേസിക്കലി അതുകൊണ്ടൊരു ചേഞ്ച് ഓഫ് പുതിയ വെറൈറ്റി സൂപ്പായി ആയി. അതെ, അതിൽ ടേസ്റ്റും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സോ ഫുഡ് ടു സീൽ നമുക്ക് ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. ഇന്ന് ലളിത മാഡത്തിൻ്റെയും ദാസാറിൻ്റെയും വീട്ടിലായിരുന്നു. എന്താ പറയുക, നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് എവറി ടൈം നമ്മൾ നോക്കുന്ന ഒരു ഫ്രഷ്നെസ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആയിരുന്നു, വെറൈറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് സോ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് ചില്ലീസ്, ആഫ്രിക്കൻ മല്ലി, ചില്ലി എല്ലാം കൂടെ വെച്ചൊരു ഫുള്ളി ഒരു എന്താണ് റീവിസിറ്റഡ് ഫുഡായിരുന്നു. ബേസിക്കലി ഫിഷ് സ്റ്റിർ ഫ്രൈ. മാഡം ചോദിച്ചു പംകിൻ വെച്ച് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് പംകിൻ വെച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാം. ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഡിഷസ്. സാലഡ് ഉണ്ട്. സോ ഫുഡ് ടു സീൽ മറ്റൊരു എപ്പിസോഡും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് വിത്ത് എ ഡിഫറെൻറ്റ് ഫാമിലി. താങ്ക് യു. Thank you very much.